കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകിയത്. തീരുമാനം സർക്കാർ എന്ന ഹൈക്കോടതിയെ അറിയിക്കും. ഇതോടെ നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറിയായി രതീഷിന് സ്ഥാനം നഷ്ടമാകും. INTUC സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം R ചന്ദ്രശേഖരന് രാജിവെക്കേണ്ടിയും വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഈ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാകും ഇനിയുള്ള നടപടിക്രമങ്ങൾ? പ്രവിധ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി വളരെ കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം നൽകണമെന്നാണ് നിർദ്ദേശം. നേരത്തെ സംസ്ഥാന സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതിൽ പ്രധാനമായും ഈ R ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ KA രതീഷ് അടക്കമുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകും എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ സർക്കാർ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷ വിമർശനം കോടതിയിൽ നിന്ന് കേട്ടതാണ്. എന്തിനാണ് ഒരു ഇടത് സർക്കാർ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിനെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ഇതിൽ കുറ്റങ്ങളില്ല, അല്ലെങ്കിൽ ഇതിൽ അഴിമതി നടന്നിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് മുഹമ്മദ് ഹനീഷ് സത്യവാങ്മൂലത്തിൽ നൽകിയത്. പക്ഷേ കോടതി അത്തരത്തിലൊരു നിലപാടല്ല സ്വീകരിക്കുന്നത്. മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കുകയോ അദ്ദേഹം മാപ്പെഴുതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അതേ നയം ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും. വലിയ ചർച്ചയായ വിഷയമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വിചാരണ നടപടിയിലേക്ക് കടക്കും. 2026-15 കാലഘട്ടത്തിൽ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. 80% അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. അതിലാണ് പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, അതാണ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മുൻപ് LDF സർക്കാർ ഈ അനുമതി നിഷേധിച്ചിരുന്നു. ഗൂഗിൾ 3 തവണ അനുമതി നിഷേധിച്ചു. അത് തന്നെ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ അടക്കം വിളിപ്പിച്ച് APM മുഹമ്മദ് ഹനീഷിനെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോടതിയലക്ഷ്യ കേസ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ വലിയ ചർച്ചയായതാണ്. എന്തുകൊണ്ട് R ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന പ്രസിഡന്റിന് LDF സർക്കാർ കവചമൊരുക്കുന്നു എന്നതായിരുന്നു ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ, UDF ഭരണത്തിൽ ആ കവചം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രോസിക്യൂഷൻ അനുമതി പക്ഷേ സർക്കാർ നൽകും എന്നത് R ചന്ദ്രശേഖരൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകുമോ എന്നത് അറിയില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ നിയമപരമായി നേരിടുമെന്നായിരുന്നു ഒടുവിലെത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.